ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മഹത്തായ ഒരു ഹദീസാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എയിമാക്കുന്നത്, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനിനെ അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ജീവിത വിജയം. എനിക്ക് ബൈ ചാൻസിൽ സ്വർഗം കിട്ടണം അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു ചിന്താഗതിയല്ല സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് സ്വർഗം നിർബന്ധമായും നേടണം, ലഭിക്കണം എന്ന കണിശമായ ആഗ്രഹവും അതിനോടൊത്ത പ്രവർത്തനവും ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതം നന്നാവുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസിൽ അള്ളാഹു നല്ലൊരു ഓഫറാണ്, പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓഫറാണ് അള്ളാഹു നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിലേക്ക് കടക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലത്ത് അൽ മർഅ ഖംസഹ വസ്വാമത് ഷഹ്റഹ വഹസ്വനത് ഫർജഹ وأطاعت زوجها قيل لها ادخل الجنة من أي أبواب الجنة شئت. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ സ്വല്ലത്ത് അൽ മർഅ ഖംസഹ, ഒരു സ്ത്രീ, ഒരു പെണ്ണ് 5 വക്ത് നമസ്കരിച്ചാൽ. ഈ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആളുകളായിരിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ നമസ്കാരം ഓരോ വക്തും ഓരോ ദിവസവും നമ്മൾ നിർവഹിക്കുന്നത് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിലൂടെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നതിൻ്റെ ടൈമിംഗ് ആണ്. നമ്മുടെ എല്ലാ ജോലി തിരക്കും കഴിഞ്ഞ് അവസാനത്തേക്ക് പിന്നോക്കം വെക്കുന്ന ഒന്നാവരുത് നമ്മുടെ നമസ്കാരം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അത് പാടെ ഉപേക്ഷിക്കുക, അത് വേറെ ഏതെങ്കിലും ടൈമിലേക്ക് മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമസ്കാരം ഓരോ വക്തും കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവണം. അടുത്തതിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള, അടുത്ത അള്ളാഹുവുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമസ്കാരത്തിലൂടെ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടൈം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ടൈമല്ല നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് സ്വതക്ക ചെയ്യുകയാണെങ്കിലും കൂടി നമുക്ക് ആവശ്യമില്ലാത്ത സാധനമല്ല കൊടുക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആവശ്യമുള്ളതുമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ടൈം, അതാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടത്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മളുടെ നമസ്കാരം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇന്ന നമസ്കാരം നിർവഹിക്കാൻ എന്നുള്ള ആ ഒരു മനസ്സ്, അങ്ങനെ ഒരു പ്ലാനിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമസ്കാരം ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള എല്ലാ വർക്കിലും അള്ളാഹു നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ നമസ്കാരത്തിലുള്ള ഖുശൂഅ്, തഖ്വ, അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതതിൻ്റെ കാതലായ വശമാണ്. വെറുതെ അങ്ങോട്ട് നമസ്കരിക്കുക എന്നുള്ളതല്ല. അതിന് നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ദിക്റുള്ള വർദ്ധിക്കാൻ നമ്മുടെ നമസ്കാരം ഓരോ വക്തും സഹായിക്കേണ്ടതുണ്ട്. അപ്പോഴേ അത് അള്ളാഹുവിൽ സ്വീകാര്യമുള്ളതാവുകയുള്ളൂ. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഭംഗിയോടുകൂടി നിർവഹിക്കാൻ സാധിക്കുക. ഇങ്ങനെ നമ്മൾ നിർവഹിച്ചാൽ. രണ്ടാമതായി വസ്വാമത് ഷഹ്റഹ, അതായത് റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് റമദാൻ മാസം കൊണ്ട്, നോമ്പ് നമ്മൾ നോൽക്കുന്നത് കൊണ്ട് ഒരുപാട് ഖൈറാത്തുകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് പഠിക്കുകയും അത് അറിയുകയും അതുകൊണ്ടുള്ള പ്രതിഫലം എനിക്കും കിട്ടണം എന്നുള്ള ഒരു ഉത്സാഹം നമ്മുടെയൊക്കെ മനസ്സിൽ റമദാൻ വരുമ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ട് വസന്തമാക്കി ഒരുക്കി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
അതങ്ങനെ എല്ലാവരും ട്രഡീഷണലായി ചെയ്തു പോകുന്ന ഒരു കാര്യം. അതുപോലെ റമദാനായാലും ഞാനും നോമ്പ് നിൽക്കുന്നു എന്നുള്ളതല്ല. നമുക്കതിലെ ഓരോ ഹൈറുകളും അറിയുകയും അത് വാരി പുണരാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതുകൊണ്ട് റമദാനിലെ ദിനരാത്രങ്ങൾ ഭംഗിയുള്ളതാക്കാനും ആരാധന നിർഭരമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പ് ഒരു പക്ഷേ സ്ത്രീകളായതുകൊണ്ട് ചില നോമ്പുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് കഴിയുന്ന സമയത്ത് അതിന് ശേഷം നമ്മൾ വീണ്ടെടുക്കുകയും അത് നോറ്റ് വീട്ടുകയും ഇനിയും നോറ്റ് വീട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുദ്ദ് കൊടുക്കുകയും അതിനുശേഷം നമുക്ക് കഴിയുന്ന പക്ഷം നമ്മളത് വീണ്ടും നോറ്റ് വീട്ടുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാവണം, കണിശത ഉണ്ടാവണം. അടുത്തതായി മൂന്നാമതായി പറഞ്ഞ കാര്യം വഹസ്വനത് ഫർജഹ, നമ്മുടെ ഗുഹ്യ അവയവം കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഒരു കണക്ഷനോ ഒരു ബന്ധങ്ങളോ നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ പരിശുദ്ധരായിരിക്കണം. ഒരു മുഅ്മിനത്തായ സ്ത്രീ, മുസ്ലിമത്തായ ഒരു സ്ത്രീ എപ്പോഴും പരിശുദ്ധരായിട്ടുള്ള ആളുകളാണ്. അള്ളാഹു ഹലാലാക്കിയ അവൻ ഇണക്കിയിട്ടുള്ള ബന്ധമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ചാരിത്ര്യ ശുദ്ധി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ വിവാഹം കഴിഞ്ഞ ആളുകൾ വഴിതെറ്റിപ്പോകുന്ന ഹറാമായിട്ടുള്ള ബന്ധങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ വളർന്നു വരുന്നതോടുകൂടിയിട്ട് ഒരുപാട് അങ്ങനെയുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും നമ്മളത് ശ്രദ്ധിക്കുക. അള്ളാഹു എപ്പോഴും നമ്മളെ റഖീബാണ്, അവൻ എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കുക. നമ്മുടെ കണ്ണാവട്ടെ, കാതാവട്ടെ, ഏതൊരു അവയവമാവട്ടെ അതിലേക്ക് നമ്മൾ അടുക്കാതിരിക്കുക. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്വാഅത്ത് സൗജഹ, അതായത് നമ്മുടെ നാലാമത്തെ ക്വാളിറ്റി പറയുന്നത് നമ്മുടെ സൗജിനെ, ഇണയെ, ഭർത്താവിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ തൃപ്തിയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാവും, ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടാവും. എന്നാലും ചില സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യം വിചാരിച്ച സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു വാക്ക് നമ്മൾ പ്രയോഗിക്കും, നിങ്ങൾ എന്താണ് എനിക്ക് ഇത്രയും കാലം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ, ബാക്കിയുള്ള നന്മകളൊന്നും നമ്മൾ കണ്ടില്ലാത്ത പോലെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ വാക്കും ഓരോ നോക്കും നമ്മുടെ പെരുമാറ്റങ്ങളും ഇടപാടുകളും ഒക്കെ നന്നാക്കിയെടുക്കുക. ചില വീടുകളിലെല്ലാം കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ വഹിക്കുന്ന ആണുങ്ങളുണ്ടാവും. എന്നാൽ ഇവർക്ക് വീട്ടിൽ യാതൊരു പോസ്റ്റോ സീറ്റോ കൊടുക്കാത്ത ഭാര്യമാരുണ്ടാവും. കൂടിയാലോചനകളിൽ പോലും അവരെ പങ്കെടുപ്പിക്കാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ഒരാളാവരുത് നമ്മൾ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പെരുമാറ്റം ഭംഗിയുള്ളതാക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 4 ക്വാളിറ്റീസ്, 5 വക്ത് നമസ്കരിക്കുക, നോമ്പ് അനുഷ്ഠിക്കുക, ഗുഹ്യ അവയവം കാത്ത് സൂക്ഷിക്കുക, അതുപോലെ നമ്മുടെ ഭർത്താവിനെ അനുസരിക്കുക. ഇതുണ്ടായാൽ, ഈ 4 ക്വാളിറ്റി നമ്മളിലുണ്ടായാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം, ഖീല ലഹ, അവളോട് പറയപ്പെടും, ദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക, മിൻ ഐ അബ്വാബിൽ ജന്ന ശിഅതി, നീ ഏത് വാതിലിലൂടെയാണോ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നിനക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക. നമ്മുടെ ജീവിതം ഒന്നുകൂടി ഭംഗിയുള്ളതാക്കുക, ഈമാൻ ആസ്വദിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.